ഹലോ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് മൈസൂരാണ്. നിങ്ങൾ ഈ കാണുന്ന കെട്ടിടം കണ്ടിട്ടുണ്ടോ? മൈസൂർ ബാംഗ്ലൂർ ഹൈവേയിൽ ഒരു ടയറിൻ്റെ ആകൃതിയിലുള്ള ഈ കെട്ടിടം, ഇതാണ് പയാന വിൻറ്റേജ് കാർ മ്യൂസിയം. നിങ്ങൾ ഒരു വാഹനപ്രേമിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ സ്ഥലം ഇഷ്ടപ്പെടും. ഞങ്ങൾ ഇവിടെ കയറുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത് ഈ ഒരു കാറാണ്. പിന്നെ കാണുന്നത് വിൻറ്റേജ് കാറിൻ്റെ ഒരു ലോകം തന്നെയാണ് ഇവിടെ കാണാൻ സാധിച്ചത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഉപയോഗിച്ചിരുന്ന വാഹനം മുതൽ ഇന്ത്യൻ മുൻ പ്രധാനമന്ത്രിമാർ ഉപയോഗിച്ച വാഹനം വരെ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ കാറുകൾ മാത്രമല്ല, ഇങ്ങനെയുള്ള കാളവണ്ടികളും കുതിരവണ്ടികളും സൈക്കിളും അങ്ങനെ മുതലായവ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് റോൾസ് റോയ്സ് വാഹനമാണ്. ഇതിന് ഏകദേശം 100 വർഷം പഴക്കമുണ്ട് എന്നാണ് പറയുന്നത്. റോൾസ് റോയ്സ് 20 എന്നാണ് ഇതിന് പറയുന്നത്. നിങ്ങൾ ഒരു വാഹനപ്രേമിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ മ്യൂസിയം ഇഷ്ടപ്പെടും. ലോകത്തുള്ള എല്ലാ മോഡൽ കാറുകളും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ കാറ് 1934 ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇത് 1950 കാറാണ്. ഇപ്പോൾ കോടികൾ കൊടുത്ത് വാങ്ങിക്കുന്ന വാഹനവും ഈ വാഹനങ്ങൾ തമ്മിൽ നോക്കിയാൽ ഞങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ പ്രൗഢി ഒരിക്കലും ഇപ്പോഴത്തെ വാഹനത്തിന് കിട്ടുകയില്ല. ഇതിൻ്റെ ഒരു ഫിനിഷിങ്ങും അതേപോലെ തന്നെ ബോഡി, അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു മനസ്സിന് ഒരു വല്ലാതെ നല്ലൊരു ഫീലാണ് കിട്ടുന്നത്. ഇങ്ങനെയുള്ള ഒരു ഫീൽ ഞങ്ങൾക്ക് ഇപ്പോഴത്തെ പുതിയ വാഹനങ്ങൾക്ക് ഒരിക്കലും കിട്ടുന്നില്ല. കണ്ടില്ലേ, ഇതിൻ്റെയൊക്കെ ഒരു ഡിസൈൻ കോലങ്ങളൊക്കെ എന്താണ് അല്ലേ? ഇതിലൊക്കെ ആരാണ് യാത്ര ചെയ്തിട്ടുണ്ടാകുക? ഇത്ര വർഷങ്ങൾക്ക് പഴക്കമുള്ള വാഹനങ്ങളല്ലേ ഇവിടെ കിടക്കുന്നത്. ഇതൊരു മൈസൂർ രാജാവ് ഉപയോഗിച്ച വാഹനമാണ് എന്നാണ് പറയുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1949 കണ്ടില്ല ഈ വാഹനത്തിൻ്റെ ഒരു വലുപ്പം എന്താണല്ലേ? അന്നത്തെ കാലത്ത് ഇത്രയും പ്രൗഢിയോടുകൂടിയുള്ള വാഹനം ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു അത്ഭുതം തന്നെയല്ലേ? അങ്ങനെ കാറുകൾ മാത്രമല്ല, ഇവിടെ ഇതുപോലുള്ള ബൈക്കുകൾ, സ്കൂട്ടർ, സൈക്കിള് മുതലായ എല്ലാ വാഹന ശേഖരണങ്ങളും ഇവിടെയുണ്ട്. ഇത് നമ്മളെ ചേതക്കല്ലേ? ഇതൊക്കെ യൂസ് ചെയ്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. കാണുന്നില്ല ഈ വാഹനങ്ങൾക്ക് ആരൊക്കെയാണ് യൂസ് ചെയ്തത്?
ഈ മ്യൂസിയത്തിൻ്റെ കാഴ്ചകൾ ഈ വീഡിയോയിൽ അവസാനിക്കുന്നില്ല. അടുത്ത ഒരു എപ്പിസോഡും കൂടി ഉണ്ട്, അത് കാണാൻ നിങ്ങൾ ശ്രമിക്കുക. ഇനിയും കാറ് മാത്രമല്ല മറ്റുള്ള കുറേ കാഴ്ചകൾ കാണാനുണ്ട്. നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെ വാഹനപ്രേമികളായ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. എങ്കിൽ മാത്രമേ അടുത്ത എപ്പിസോഡും കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ. ഇവിടുത്തെ സന്ദർശന സമയം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 7:30 മണി വരെയാണ്. ഈ ശരിക്കും ലൊക്കേഷൻ വരുന്നത് മൈസൂർ ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ, മൈസൂർ ബാംഗ്ലൂർ ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ ഏകദേശം 3-3.5 കിലോമീറ്റർ ഓടാനുണ്ട്. ഓടിക്കഴിഞ്ഞാൽ വലതുഭാഗത്തായിട്ടാണ്, ബാംഗ്ലൂരേക്ക് പോകുമ്പോൾ വലതുഭാഗത്തായിട്ടാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ടിക്കറ്റ് ചാർജ് പറഞ്ഞില്ല. ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് 75 രൂപയാണ്. ഈ ലോറി കണ്ടില്ലേ? എത്ര പേർക്ക് ഈ ലോറിയൊക്കെ ഓർമ്മയുണ്ട്? പഴയ ഫിലിമിനൊക്കെ ഇപ്പോഴും കാണാൻ പറ്റുന്നു. 1973 ലോറിയാണ്. ഈ വാഹനത്തിൻ്റെ ഒരു ഡിസൈൻ നോക്കിയാട്ടെ. ഒരു ഒറ്റനോട്ടത്തിൽ ഒരു മരത്തിൻ്റെ ഒരു ഫിനിഷിങ് പോലെയാണ് തോന്നുന്നത്. പക്ഷേങ്കിൽ ഞങ്ങൾക്ക് ഇത് അടുത്ത് പോയി തൊടാനോ ഇതാക്കാനൊന്നും പറ്റുകയില്ല. ഇത് ഞങ്ങളുടെ അംബാസഡറിൻ്റെ ഒരു ലോകമാണ്. 1955 മുതൽ 61 അങ്ങനെ കാലഘട്ടത്തിലുള്ള വാഹനമാണ്. അംബാസഡർ കാറാണ് ഈ കാണുന്നത്. നിങ്ങൾ ഇവിടെ ഒരു കാറിൻ്റെ, എല്ലാ കാറിൻ്റെയും അടുത്തായി ഒരു ബോർഡ് വെച്ചിട്ട് കണ്ടില്ലേ? ഇതുപോലുള്ള ബോർഡ്. ആ ബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര വർഷം പഴക്കമുള്ളെന്നും അതുപോലെ തന്നെ ഇത് ആര് യൂസ് ചെയ്ത വാഹനമാണെന്നും ഏത് ബ്രാൻഡാണെന്നും ഞങ്ങൾക്ക് ആ ബോർഡിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു വാഹനം ഞങ്ങൾ പഞ്ചാബ് ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. ചില ഏരിയകളിലേക്ക് പോയാൽ ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. ഇത് പഞ്ചാബിൽ ഭാഗങ്ങളിലൊക്കെ ടാക്സി വാഹനമായി ഓടിയ വണ്ടിയാണ്. ചില യൂട്യൂബ് വീഡിയോസിലും കാണാൻ പറ്റുന്നുണ്ട്. ഇത് നമ്മുടെ അംബാസഡറിൻ്റെ വേറൊരു വെറൈറ്റി ഐറ്റംസ് ആണ്. അംബാസഡർ ഫുൾ പാർട്സാക്കി വെച്ചൊരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. മ്യൂസിയത്തിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. തൽക്കാലം എൻ്റെ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്.